പിള്ളേര് 3 പേരും ഒരേ ഡിസൈൻ തരുന്ന എന്നാൽ പല നിറത്തിലുള്ള ലെഹങ്ക എടുക്കാനായിരുന്നു തീരുമാനിച്ചത്. അവരത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അരവിന്ദൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇതെന്താ ചേട്ടൻ ഒറ്റയ്ക്ക് വരുന്നേ? ബാക്കി രണ്ടെണ്ണം എവിടെ? അവൻ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടതും അച്ചു സംശയത്തോടെ അവനോട് ചോദിച്ചു. ആ, അറിയില്ല മോളെ. അവര് എനിക്ക് തോന്നുന്നു മെൻ സെക്ഷനിലേക്ക് പോയെന്ന് അവൻ അറിയാത്തതുപോലെ അവളോട് പറഞ്ഞു. പിന്നെ ചേട്ടൻ എന്താ അവരുടെ ഒപ്പം പോകാതെ ഇങ്ങോട്ട് വന്നത്? നന്ദു സംശയത്തോടെ ചോദിച്ചു. അപ്പോഴും വൈശു അവനെ മൈൻഡ് ചെയ്യാതെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾക്ക് തന്നോട് പരിഭവമോ ദേഷ്യമോ എന്തൊക്കെയോ ഉണ്ടെന്ന് അരവിന്ദന് തോന്നി. അത് എനിക്ക് പിന്നെ അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? എന്താണേലും കാര്യം പറ. അച്ചു സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ വൈശുവിനെ നോക്കിയിട്ട് അവരെ നോക്കി കണ്ണു കാണിച്ചു. എങ്ങനെയെങ്കിലും അവളുടെ പിണക്കം മാറ്റി സെറ്റാക്കി കൊടുക്കണമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അവർക്ക് രണ്ടുപേർക്കും കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായിരുന്നു. വൈശു, എടി. ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന വൈശുവിനെ തട്ടിക്കൊണ്ട് നന്ദു വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ചേട്ടന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് നന്ദു അവളോട് പറഞ്ഞതും അവൾ അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് വീണ്ടും ഡ്രസ്സ് നോക്കുന്ന ശ്രദ്ധയിലേക്ക് തിരിഞ്ഞു. എടി, എന്താടി? ചേട്ടൻ നിന്നോട് സംസാരിക്കാൻ വന്ന് നിൽക്കുമല്ലേ? നീ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് വാ. ചിലപ്പോൾ ചേട്ടനപ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. നീ എന്തിനാ ഈ മുഖവും ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്? ചെല്ല്, ചേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് വാ. നന്ദു പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു. എനിക്കാരോടും ഒന്നും സംസാരിക്കാനില്ല. അവൻ കേൾക്കാൻ പാകത്തിന് അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അവൻ ദയനീയമായി ജീവന്റെ മുഖത്തേക്ക് നോക്കി. ഇതൊരു നടക്കും പോകില്ല എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. അത് കണ്ടതും ജീവൻ ചിരിച്ചുകൊണ്ട് അവനെ കണ്ണു ചിമ്മി കാണിച്ചു. അരവിന്ദൻ വൈശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വൈശു, അവൻ അരുമയായി വിളിച്ചു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടോ, എന്തിനെങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? അവൻ പതിയെ അവളോട് ചോദിച്ചു. എന്താണെന്ന് അരവിന്ദേട്ടൻ അറിയില്ലേ? അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു. സോറി, ഞാനപ്പോൾ അതൊന്നും ചിന്തിച്ചില്ല. താൻ എന്താ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. താനൊന്ന് എൻ്റെ കൂടെ വരുമോ? അവൻ അവളെ നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൾ അച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും മുഖത്തേക്ക് നോക്കി. അവർ പോയി സംസാരിക്കുക എന്നുള്ള രീതിയിൽ അവളെ കണ്ണു കാണിച്ചു. ആ വാ. വൈശു അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. അവൾ മുൻപേ നടന്നതും അവൻ അവളുടെ പുറകെ വെച്ച് പിടിച്ചു. പോകുന്നതിന് മുൻപ് ജീവനെ നോക്കി തംസപ്പ് കാണിക്കാനും മറന്നില്ല. ജീവൻ അവർ പോകുന്നത് നോക്കി ചിരിച്ചിട്ട് മുണ്ട് കാലുകൊണ്ട് തട്ടി മുകളിലേക്കാക്കി മടക്കി കുത്തി. പിന്നെ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് നോക്കുന്ന നന്ദുവിനെ അടിമുടി നോക്കി മീശ പിരിച്ചു. പിന്നെന്തോ തീരുമാനിച്ചതുപോലെ അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഒരു റെഡ് കളർ ലെഹങ്കയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലെഹങ്ക കാണാൻ. അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറായിരുന്നു അച്ചുവിൻ്റെ കയ്യിലിരുന്നത്. എടി, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാ. നിനക്ക് നല്ല ഭംഗിയായിരിക്കും റെഡ് കളർ. അച്ചു അവളെ നോക്കി പറഞ്ഞു. എങ്കിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാവേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ വന്നിട്ട് നീ നോക്കിയാൽ മതി. നന്ദു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ ആ റെഡ് കളർ ഡ്രസ്സ് എടുത്തുകൊണ്ട് ട്രയൽ റൂമിലേക്ക് പോയി. അവൾ ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയതും ജീവൻ അവളോടൊപ്പം ആ റൂമിലേക്ക് കയറിയിരുന്നു. ആരോ തന്നോടൊപ്പം കയറി എന്ന് മനസ്സിലാക്കിയ നന്ദു ഞെട്ടി അവനെ നോക്കി. ജീവനാണെന്ന് മനസ്സിലായതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നാൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്താ? അവൾ ഞെട്ടൽ മാറ്റിയിട്ട് ദേഷ്യത്തോട് ചോദിച്ചു. ചുമ്മാ, അവൻ കുസൃതിയോടെ പറഞ്ഞു. എന്ത് ചുമ്മാ? എനിക്ക് ഡ്രസ്സ് മാറണം. അങ്ങോട്ട് ഇറങ്ങിക്കേ. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ചുമ്മാ എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഈ ഡ്രസ്സ് കൊള്ളാലോ. അവൾ പിടിച്ചിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ഒന്ന് ഇറങ്ങിപ്പോവോ? എനിക്ക് ഡ്രസ്സ് മാറണം. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ഡ്രസ്സ് മാറിക്കോ, ഞാൻ കാണാത്തൊന്നും അല്ലല്ലോ. അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്ലീസ് ഷട്ടപ്പ്. താൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്? താൻ എന്ത് മാങ്ങത്തൊലിയാണ് കണ്ടിട്ടുള്ളത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ കണ്ടത് എന്താണെന്ന് പറയണോ? കാണുക മാത്രമല്ല, തൊടയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പറയണോ ഞാൻ വിശദമായിട്ട്? അവൻ കുസൃതിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൾക്കറിയാമായിരുന്നു അവൻ എന്താ പറയാൻ പോകുന്നതെന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോകുമോ? അവൾ അവൻ്റെ മുൻപിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു. നന്ദു, നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ തൊഴല്ലേ മോളെ. നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മറ്റെന്തോ കാര്യത്തിന് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെയുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. നിങ്ങൾ അതിന് തന്നെയല്ലേ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? പിന്നെന്താ? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ആണോ? ഞാൻ അതിനാണോ നന്ദു നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? നിന്നോട് കാമം മാത്രമാണോ എനിക്കുള്ളത്? പറയ്. ഒരിക്കൽ പോലും നീ എൻ്റെ കണ്ണുകളിൽ പ്രണയം കണ്ടിട്ടില്ലേ? ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലേ നന്ദു? പറയ്. അവൻ വിഷമത്തോടെ അവളോട് ചോദിച്ചതും അവൾക്കും വിഷമമായി. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
നീ ഓരോ തവണയും ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം വേദന എടുക്കുന്നുണ്ടെന്ന് അറിയൂ നന്ദു. അവൻ ദയനീയമായി അവളോട് ചോദിച്ചതും അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം നന്ദു, നിന്റെ മനസ്സിൽ നീ ഒന്നും കരുതിയിട്ടായിരിക്കില്ല നാവ് കൊണ്ട് ഇങ്ങനെ പറയുന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ ഇങ്ങനെ എന്നോട് പറയുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എനിക്കറിയില്ല നന്ദു, ഓരോ തവണയും നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവൻ വിഷമത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിനക്ക് അത്രത്തോളം വിഷമമാകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ എൻ്റെ പുറകെ വരുന്നത്? നിനക്ക് ഇട്ടിട്ട് പൊക്കൂടെ? സ്വയം വേദനിക്കാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന എന്തിനാ? അവളും തിരികെ ദേഷ്യത്തോട് ചോദിച്ചു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടി. നീ എന്നെ ഉപദ്രവിച്ചാലും തല്ലിയാലും വാക്കുകൾ കൊണ്ട് ഓരോ തവണ വേദനിപ്പിച്ചാലും എനിക്ക് നിന്നെ മറക്കാനും വെറുക്കാനും കഴിയില്ല നന്ദു. അത്രത്തോളം നീ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും നിന്നെ പറിച്ചറിയുവാൻ നിനക്കെന്നല്ല, ആ മനസ്സിൻ്റെ ഉടമയായ എനിക്ക് പോലും കഴിയില്ല നന്ദു. എൻ്റെ പ്രാണനല്ലിടി നീ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഈറനണിഞ്ഞിരുന്നു. അവൾ കാൽവിരലുകളിൽ ഉയർന്നു പൊങ്ങി. പിന്നെ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള ദേഷ്യം മാറി അവിടെ പ്രണയമോ മറ്റെന്തോ ഒരു തര വികാരമോ ഉടലെടുക്കുന്നത് പോലെ അവന് തോന്നി. അവൾ ഒരു കൈ അവൻ്റെ കവളിൽ വെച്ചിട്ട് മറുകൈ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അവൾ പതിയെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. പിന്നെ സ്വയം കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളിൽ സ്പർശിച്ചതും അവൻ അറിയാതെ തന്നെ അവൻ്റെ ഇരു കൈകളും അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ കുനിഞ്ഞ് അവളുടെ മുഖത്തിനടുത്തേക്ക് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കഴുത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ നൽകുന്ന ചുംബനത്തിൽ അവൻ തൻ്റെ വേദനകളെ മറന്നു. അവളാണെങ്കിൽ ലോകം മുഴുവൻ മറന്ന് അവനെ ചുംബിക്കുകയായിരുന്നു. ആദ്യം അവളുടെ പ്രവൃത്തിയിലൊന്ന് അന്തം വിട്ട് പോയിരുന്നുവെങ്കിലും പിന്നെ ചെറുചിരിയോടെ തന്നെ അവൻ ആ ചുംബനത്തെ ഏറ്റുവാങ്ങി. അവൾ നൽകുന്ന ചുംബനത്തിൽ ലയിച്ച് അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നുണ്ടായിരുന്നു. അവൾ മതിയാവോളം അവൻ്റെ ചുണ്ടിനെ ചുംബിച്ചുകൊണ്ടിരുന്നു, വാശിയോടെ, പ്രണയത്തോടെ. ഒടുവിൽ അവൻ്റെ കഴുത്ത് നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങി. അവനെ ചുംബിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ഓർത്തതും അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. അവൾ തന്നെ അകറ്റാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായ അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. എന്നാൽ അവൻ ചിരിയോടെ അവൾ നിർത്തിയ ചുംബനത്തെ തുടങ്ങി വെച്ചിരുന്നു. അവളുടെ കണ്ണുകൾ തള്ളി പുറത്തേക്ക് വന്നു. അവൾ അവൻ്റെ മുതുകിൽ അമർത്തിപ്പിടിച്ചു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടിയതും അവർ ഇരുവരും ഞെട്ടി. അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ വിട്ടിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണുകളെ ഇറുക്കിയടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൾ. അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ആകെ ചളുപ്പ് തോന്നിയിരുന്നു. താനാണ് ആദ്യം അവനെ അങ്ങോട്ട് കയറി ചുംബിച്ചതെന്ന് ഓർക്കും തോറും അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. അവൾ അവനെ നോക്കാതെ മുഖം ചരിച്ചു വെച്ചു. താങ്ക്സ്. അവൻ സ്വയം ചുണ്ടുകൾ തുടച്ചിട്ട് തന്നെ നോക്കാതെ നിൽക്കുന്നവളുടെ മുഖം തൻ്റെ കൈകളാൽ ഉയർത്തി അവളുടെ നനഞ്ഞിരിക്കുന്ന ചുണ്ടുകളെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ ഓർക്കും തോറും അവൻ്റെ മുൻപിൽ താൻ തോറ്റുപോയല്ലോ എന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ മുമ്പിൽ അഭിനയിക്കാതിരിക്കുന്നെന്തോ. നിന്നെക്കൊണ്ട് നടക്കാത്ത കാര്യം നീ എന്തിനാ പെണ്ണെ ശ്രമിക്കുന്നത്? നിനക്കും അറിയാം, എനിക്കും അറിയാം നമ്മുടെ മനസ്സിൽ പരസ്പരം എന്താണെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. ഐ ലവ് യു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. പിന്നെ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ വാതിൽ തുറന്നു. മറ്റൊരു കസ്റ്റമർ ട്രയൽ നോക്കാൻ നിൽക്കുകയായിരുന്നു. അവൻ ഇറങ്ങിപ്പോയതും അവർ അകത്തേക്ക് നോക്കി. നന്ദു അപ്പോഴും ഇപ്പോൾ എന്താ നടന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. പകപ്പ് മാറിയതും അവൾ മുൻപിലേക്ക് നോക്കി. പിന്നെ താഴെ കിടന്ന ഡ്രസ്സും എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. അച്ചു. അവളുമാർ രണ്ടുപേരും പോയതും ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന അച്ചുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വിഷ്ണു വിളിച്ചു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം തൻ്റെ അടുത്ത് കേട്ടതും ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾ നെറ്റിച്ചുളിച്ചു. എനിക്കൊന്ന് സംസാരിക്കണം, അവൻ അവളെ നോക്കി പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവൾ ദേഷ്യത്തോടെ എടുത്തടിച്ചതുപോലെ അവനോട് മറുപടി പറഞ്ഞു. അച്ചു, സോറി, ഞാൻ ഇന്നലെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടാണ്. അവൻ ദയനീയമായി അവളെ നോക്കി പറഞ്ഞു. എനിക്ക് വിഷ്ണുവേട്ടനോട് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ദയവേത് എന്നോട് സംസാരിക്കാനും വിഷ്ണുവേട്ടൻ വരരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ പെട്ടെന്ന് എനിക്ക് വേണ്ടിയിട്ട് അത്രയ്ക്ക് ചെയ്തു തന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. ഞാനവിടെ വന്ന ദിവസം തന്നെ വിഷ്ണുവേട്ടനോട് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. അത് വിഷ്ണുവേട്ടൻ്റെ പെങ്ങന്മാർക്കും അറിയാം. അതിൻ്റെ കൂടെ ഇന്നലെ വിഷ്ണുവേട്ടൻ എനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു തന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ വിഷ്ണുവേട്ടനെ കിസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്.
സോറി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ വല്ലാതെയായി. അച്ചു, ഞാൻ പറയുന്നത് ഒന്നും കൂടി. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ദയവ് ചെയ്ത് ഇനി അതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പൊയ്ക്കോളാം. പിന്നെ വിഷ്ണുവേട്ടൻ എന്നെ ഒരിക്കലും കാണില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ വിഷ്ണുവേട്ടനെ ശല്യം ചെയ്യാനും ഞാൻ വരില്ല. വിഷ്ണുവേട്ടൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും പിന്നെ അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ തിരികെ പോകാൻ തുടങ്ങി. വിഷ്ണുവേട്ട, അവൾ പുറകിൽ നിന്ന് വിളിച്ചതും അവൻ നിന്നു. പിന്നെ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടാണല്ലേ ജീവൻ ചേട്ടൻ നന്ദുവിനെയും അരവിന്ദേട്ടൻ വൈശുവിനെയും എൻ്റെ അടുത്ത് നിന്ന് മാറ്റിയത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. ജീവൻ്റെ കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള സംശയമായിരുന്നു അവന്. ജീവൻ ചേട്ടൻ്റെ കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും വിഷ്ണുവേട്ടൻ ചിന്തിക്കുന്നത് അല്ലേ? ഞാൻ കണ്ടിരുന്നു നന്ദു പോകുന്നതിൻ്റെ പുറവെ ജീവൻ ചേട്ടനും പോകുന്നത്. അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അരവിന്ദേട്ടന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്? അവൾ കൈകൾ മാറിൽ കെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു. വൈശു, അത് പിന്നെ ഞാൻ അന്നേരം തമാശയ്ക്ക് പറഞ്ഞതാണ്, അല്ലാതെ തന്നെ കുറ്റപ്പെടുത്തിയതോ അവനെക്കൊണ്ട് തന്നെ വഴക്ക് കേൾപ്പിക്കാനോ പറഞ്ഞതല്ല. അറിയാതെ നാവിൽ നിന്നും വീണു പോയതാണ്. സോറി. അരവിന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് അരവിന്ദേട്ടനോട് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ തിരികെ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. അങ്ങനെയല്ലടോ, തൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ വിഷമം തോന്നി. അവൻ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. അത് തനിക്കും അവനും വല്ലാതെ ഫീലായെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിന് തന്നോട് സോറി ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അരവിന്ദൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. എടോ, താൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാതെ. ഇങ്ങനെ താൻ മിണ്ടാതെ നിൽക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീലാവുന്നുണ്ട്. അതുകൊണ്ട് താൻ എന്തെങ്കിലും എന്നോട് സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സായിട്ടെങ്കിലും. അവൻ അവളോട് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കൂർപ്പിച്ച് നോക്കാതെടോ, കുറച്ച് മയത്തിലൊക്കെ നോക്ക്. ഞാനതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. അറിയാതെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാചകം വന്നുപോയി. സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ? ഇനിയും എന്നോട് ദേഷ്യം വേണോ? അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഹോ, ഇപ്പോഴാ സമാധാനമായത്. തനിക്ക് ചിരിക്കാനൊക്കെ അറിയാലോ. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. തൻ്റെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖത്തിനേക്കാളും ഭംഗി ഈ ചിരിക്കുന്ന മുഖത്തിനാ. കുഞ്ഞു കുട്ടികളുടെ ചിരിയാണ് തനിക്ക്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സോപ്പിങ്ങൊന്നും വേണ്ട അരവിന്ദേട്ടാ. എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ചിരി എങ്ങനെയാണെന്ന്. ഞാൻ തന്നെ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. തൻ്റെ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ താൻ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ ഒട്ടും സുഖമില്ലാട്ടോ കാണാൻ. അവൻ ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചു. ഇപ്പം അരവിന്ദേട്ടന് സമാധാനമായില്ലേ? ഇനി എനിക്ക് തിരികെ പോകാലോ അല്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. അവൾ തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. വൈശു, അവൻ പുറകിൽ നിന്നും വിളിച്ചതും അവൾ സംശയത്തോടെ തിരിഞ്ഞ് അവനെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. അത് തനിക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അറിഞ്ഞിട്ടെന്തിനാ? ഏട്ടനോട് ചെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ? എന്നിട്ട് വിഷ്ണുവേട്ടനെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരിക്കലും അല്ല, എനിക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. അല്ലാതെ ഞാൻ ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കില്ല. ഞാൻ അവനോട് പറയുകയില്ല. സത്യം. രാവിലത്തെ സംഭവത്തോടെ തന്നെ എനിക്ക് മതിയായി. ഇനി ഒരിക്കലും ഞാൻ വിഷ്ണുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒന്നും പറയില്ല. തന്നെ കളിയാക്കുകയുമില്ല. തനിക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. താൻ എപ്പോഴും ചാറ്റ് ചെയ്യുന്നതും വിളിക്കുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നിൽക്കണ്ട. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതും മറ്റൊരാളോട് സംസാരിക്കുന്നതും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവൻ വിഷമം ഉള്ളിലൊതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ഇത്രയും നേരത്തുള്ള സംസാരത്തിൽ നിന്ന് അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരുന്നു. അവൾക്ക് മറ്റൊരാളുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതാരാണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. ഞാൻ പറഞ്ഞ വിഷ്ണുവിനോട് പറയില്ലല്ലോ അല്ലേ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി ചോദിച്ചു. തനിക്ക് എന്നെ 100% വിശ്വസിക്കാം. ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് അതൊന്നും പുറത്തു പോകില്ല. തനിക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടോ? അവൻ നെഞ്ചിടിപ്പോടുകൂടി അവളോട് ചോദിച്ചു. അരവിന്ദേട്ടൻ്റെ സംശയം ശരിയാ. എനിക്ക് മറ്റൊരാളുമായിട്ട് പ്രണയമുണ്ട്. ആ ഏട്ടനെയാണ് ഞാൻ എപ്പോഴും വിളിക്കുന്നതും സംസാരിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും പെട്ടെന്നൊരു വലിയ പാറക്കല്ലെടുത്ത് നെഞ്ചിലേക്ക് വയ്ക്കുന്നത് പോലെയുള്ള ഭാരം അവന് തോന്നിയിരുന്നു.